തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ UDF ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാപിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും വാഹനങ്ങൾ പലയിടങ്ങളിലും നിരത്തിലിറങ്ങി. ലക്കിടിയിൽ ചുരം കവാടത്തിന് സമീപം വാഹനം തടയാൻ ശ്രമിച്ച UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 2 ദിവസത്തിനിടെ ജില്ലയിൽ 2 പേരെ കാട്ടാന കൊന്ന പശ്ചാത്തലത്തിലായിരുന്നു UDF ഹർത്താൽ. കടുവയും കാട്ടാനയും അടക്കം നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യജീവനുകൾ എടുക്കുന്നത് പതിവായ പശ്ചാത്തലത്തിലാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. രാവിലെ 6 മുതൽ ആരംഭിച്ച ഹർത്താലിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. എന്നാൽ സ്വകാര്യ വാഹനങ്ങളും KSRTC വാഹനങ്ങളും സർവീസ് നടത്തിയത് പലയിടങ്ങളിലും സംഘർഷത്തിനിടയാക്കി. ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്ത ഈ ഗവൺമെന്റ് നിലപാടിനെതിരെയുള്ള സമരം നടത്തുന്ന സമയത്ത് ഇതിനെ നമ്മൾ എതിർക്കുന്ന രീതിയിലുള്ള ചില വണ്ടിക്കാരുടെ രോഷമായ പ്രകടനം കൊണ്ടാണ് ഞങ്ങൾ എന്താക്കുന്നതിന് വണ്ടി തടയുന്നത്. ആ വണ്ടിക്കാർ ചോദിച്ചാൽ എന്താ അറിയോ, എവിടെ ആന പിടിച്ചാലും പുലി പിടിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ നാട് കറങ്ങാൻ വേണ്ടി വന്നാണ്, ഞങ്ങൾ പോകുന്നതാണ് ആ വണ്ടിക്കാരൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവരുമായിട്ടൊരു സംസാര വിഷയം ഉണ്ടായത്. ലക്കിടിയിൽ ചുരം കവാടത്തിന് സമീപം വാഹനം തടയാൻ ശ്രമിച്ച UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ മാസം 24-നാണ് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന ആദിവാസി തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നത്. അതിനുശേഷവും ജില്ലയുടെ പല ഭാഗങ്ങളിലും വളർത്തുമൃഗങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊന്നു. ചൊവ്വാഴ്ച സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിലും ഇന്നലെ മേപ്പാടി അട്ടമലയിലും കാട്ടാനയാക്രമണങ്ങളിൽ 2 മനുഷ്യജീവനുകൾ കൂടി പൊലിഞ്ഞതോടെയാണ് പ്രതിഷേധം അണപൊട്ടിയത്. ടി അനീസ് അലി, മീഡിയ 1, വയനാട്.